തുടരും സിനിമയുടെ 100 കോടി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടാട്ടം പാട്ട് അങ്ങോട്ട് ഇറക്കി വിട്ട ശേഷം ഒരു 10-15 തവണ ആ പാട്ട് കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി, എത്ര അങ്ങോട്ട് കണ്ടിട്ടും നമ്മുടെ വേൽമുരുകയുടെ ഒരു എഫക്റ്റ് ഈ പാട്ടിന് കിട്ടുന്നില്ലല്ലോ. ഇപ്പോൾ ലാലേട്ടൻ്റെ ഡാൻസ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും പാട്ടാണെങ്കിലും എനിക്ക് അങ്ങോട്ട് വേൽമുരുകയുടെ ഒരു ഹൈ കിട്ടുന്നില്ല എന്നുള്ള ഭയങ്കര ഫീലിൽ ഞാൻ പോയിട്ടിരുന്നിട്ട് വേൽമുരുക സോങ് ഒന്നുകൂടി അങ്ങോട്ട് കണ്ടു. പാട്ടിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, ആ പാട്ടിന് ഇപ്പോഴും അതേ എനർജി തന്നെ, സെറ്റപ്പ് പാട്ട്. പക്ഷേ അതിൽ വിഷ്വൽസ് നിങ്ങളിപ്പോൾ ഈ 2025 അതിലെ വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കണം. ഉഡായിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം ഉഡായിപ്പാണ്. ആകെ 4-5 സീന് വെച്ചിട്ട് അത്രയും സൂപ്പറായിട്ടുള്ളൊരു പാട്ടിൽ കട്ട് ചെയ്ത് റിപ്പീറ്റായിട്ട് ഇട്ട സീനുകൾ തന്നെ ഇട്ട്, ലാലേട്ടനെ കൊണ്ടൊന്നും കൊറിയോഗ്രാഫറോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാതെ പുള്ളിക്കാരനോട് ഇഷ്ടത്തിന് അങ്ങോട്ട് ഡാൻസ് കളിച്ചോളാൻ പറഞ്ഞിരിക്കുന്ന പോലത്തെ സ്റ്റെപ്പുകളും കാര്യങ്ങളാണ്. അത് തന്നെ റിപ്പീറ്റ്ലി ഒരേ സീനുകൾ തന്നെ പിന്നെയും ഇട്ടിട്ട് അങ്ങോട്ട് ഒപ്പിച്ചിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷേ ഇത്രയും കാലമായിട്ടും ആ പാട്ടിന് കിട്ടുന്ന ഒരു ഫീലുണ്ട്. നമ്മൾ ഗാനമേളയ്ക്കും പരിപാടിക്കൊക്കെ പോയിട്ട് ആ പാട്ട് നമ്മുടെ മനസ്സിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. അത് കാരണമാണ് കൊണ്ടാട്ടം സോങ് കണ്ടപ്പോൾ പോലും ഇത് വേൽമുരുകയുടെ അത്രയും വന്നില്ലല്ലോ എന്നുള്ളൊരു ഫീല് വന്നാൻ കാരണം. സംശയമുള്ളവർ ഇപ്പം തന്നെ യൂട്യൂബിൽ ആ സാധനം ഒന്ന് കണ്ടു നോക്കണം. നല്ല ഒന്നാം തരം ഉഡായിപ്പാണ് അതിൻ്റെ വിഷ്വൽസിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്.